ആരെ എന്താ ചേട്ടാ ഏത് ചേട്ടാ? അല്ല ഞാൻ എവിടെ പോണെന്ന്? ഞാൻ എവിടെ പോണില്ല. നല്ല ഡ്രസ് ഇട്ടേക്കുന്ന നല്ല ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ എവിടെയും പോണോന്നുണ്ടോ? നീ എവിടെ പോണോ? ഞാൻ എവിടെ പോകുന്നില്ല. ആ ശരി, എവിടെയും പോണ്ട. ചേട്ടൻ അവിടെ പോന്നെന്ന് പറ. ഞാൻ എവിടെയും പോണില്ലടി. ഞാൻ ഇങ്ങനെ വന്നപ്പോഴേ വണ്ടി പൊടി തൂക്കാം. രണ്ടെണ്ണം എവിടെ നിക്കണ? നീ എങ്ങോട്ട് പോണടാ? ഞാൻ എവിടെയും പോണില്ല. ഇത് കഷ്ടമായില്ലേ ഇത്? പിന്നെ നല്ല ഡ്രസ് ഇട്ട് എന്തിന്? ആ അത് ചിലപ്പോ മെർലിൻ വരണമെന്ന് പറഞ്ഞു കാണും. അതുകൊണ്ട് കുറച്ച് വൃത്തിമനായിട്ട് നിക്കണം അല്ലടാ. ഓ മെർലിൻ വരാം. എന്താടാ സിദ്ധു വന്നിട്ട് ഒന്നും മിണ്ടാതെ പോയത്? ഭയങ്കര സീരിയസ് ആണല്ലോ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായ? ഞങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടായിട്ടില്ല. ചിലപ്പം സംസാരമായിട്ട് സംസാരം വല്ലതും ഉണ്ടായി കാണും. കോമഡിയേ പോരാ. ഇഷ്ടപ്പെട്ടില്ല? ഇല്ല. അമ്മ ഇതോടെ പോണ്? എടാ എനിക്ക് റൂമിൽ റേഞ്ച് കിട്ടില്ലടാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിരിക്കാന്ന്. എന്നാ അമ്മായി റേഞ്ച് തപ്പിച്ചല്ലേ പോകോ. പോ അമ്മായി അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടാന്ന് വെച്ചു. എന്തടാ എന്തുപറ്റി സിദ്ധു? എന്തെങ്കിലും കാണാതായ? എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പുറത്തു പോകണമായിരുന്നു. ബൈക്കിന്റെ താക്കോല് ഞാൻ മേശപ്പുറത്ത് വെച്ചത് ഇപ്പൊ അവിടെ കാണുന്നില്ല. എടുത്തോടാ നീ? ഞാൻ എടുത്തൊന്നുമില്ല. ഇന്നലെ അളിയാൻ ബൈക്ക് എടുത്തോണ്ട് പുറത്ത് രാത്രി പോയതല്ലേ? അതെ. അപ്പൊ ഇട്ടോണ്ട് പോയ പാന്റിന്റെ ഷർട്ടിന്റെ പോക്കറ്റിലൊക്കെ തപ്പി പോകുക. ചിലപ്പോ അതിനകത്തെല്ലാം കാണും. ഞാൻ കുറച്ചു മുമ്പ് മേശപ്പുറത്ത് കീ കണ്ടതാണല്ലോടാ. ആണോ? എന്താണ് മണ്ഡലക്കോലാണോ? ആ ഇതിനെ പറ്റിയേ ഞാൻ ഉപദേശിക്കണം വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഒരു സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കാൻ അറിയാൻ പാടില്ലേ? കഴിഞ്ഞ ദിവസം ഇവിടെ നോക്ക്, നിന്റെ പാന്റ് അലക്കാൻ ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ അകത്ത് വണ്ടി ഇടാക്കി. അതിന്റെ തലേ ദിവസം ഷർട്ടിൽ നോക്കിയപ്പോ ഷർട്ടിന്റെ അകത്തേക്ക്. ഇനി എങ്ങാനും അതെന്നെ അതിൽ കിട്ടിയാണ് എടുത്ത് തൂക്കിട്ട് പാറമട കളയാൻ നോക്കിയോ? ആന്ന് വണ്ടി സൂക്ഷിക്കത്തേ ഇല്ല. ഞാൻ മാത്രം വണ്ടി ഹാൻഡിൽ ചെയ്തോണ്ടിരുന്ന സമയത്ത് നല്ല മുട്ടായി പോലെ ഇരുന്നയാണ്. എങ്ങനെ മുട്ടായി പോലല്ലേ? രാവിലെ തന്നെ എന്റെ അടുത്ത് തള്ളിക്കൊണ്ട് വരല്ലേ അളിയാ? എന്നാലും താക്കോല് എവിടെയെന്നുള്ളതാ. അത്തോലും കാണും. ഞാനൊന്ന് നോക്കട്ടെ. എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ? ഊട്ടിക്ക് കുതിര സവാരിക്ക് പോണം. പറഞ്ഞ ഏത് കുതിരേനെ കൊണ്ടാ പോണത്? ഒരു കാര്യം ചെയ്യ്, അമ്മായിയപ്പൻ അവിടെ ഫ്രീ ആയിരിക്കും, വിളിച്ചോണ്ട് പോ ഊട്ടിക്ക്. കറക്റ്റ്, 2 കുതിരകള്. അങ്ങനെയല്ലടാ, നീ ഊട്ടിക്ക് പോണ വഴിക്കേ നല്ല സബർജല്ലി തോട്ടം കാണും. അവിടെ നല്ല സബർജല്ലിയൊക്കെ വാങ്ങിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ വഴിനീളെ കഴിച്ചോണ്ട് പോ കേട്ടാ. ശരി, നമ്മൾ പോയി സബർജല്ലി നിന്നോണ്ട് പൊക്ക. ഇവിടെ എന്തിനാണ് എല്ലാവരും കൂടെ നിൽക്കണേ? ചേച്ചി വന്നേ, അങ്ങോട്ട് പോടാ. ചെല്ലേ അമ്മായി ചെല്ലേ പോ. കൊണ്ടിടക്കി അത് ശരി, അപ്പൊ നീ ഒളിപ്പിച്ചു വെച്ചേക്ക് വരുന്നല്ലേ ഇടയ്ക്ക്? വണ്ടി തുറക്കടാ. ഇവിടെ വണ്ടി തുറക്കാൻ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചതാ അല്ലേ? അല്ല, ഞാൻ ഒളിപ്പിച്ചല്ല. നടക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നടക്കടാ. മിണ്ടാതെ ചേട്ടൻ അങ്ങ് പോയാ മതിയായിരുന്നു. എന്നെ കണ്ടപ്പോ കള്ളത്തരം പറഞ്ഞു നിന്നതാ. താക്കോൽ എന്താണല്ലോ ഞാൻ തരത്തില്ലടിയാ. തരത്തില്ല. എനിക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തു പോകാനുള്ളതാണ്. ഞാൻ കുളിച്ച് പുറത്തിറങ്ങുന്ന ഗ്യാപ്പിൽ നീ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ താക്കോൽ നേരത്തെ തപ്പിയെടുത്ത് വെച്ചത്. അവിടെ നിന്ന് നീ അടിച്ചോണ്ട് പോയി. അളിയന്റെ ഒരു കാര്യം, അളിയൻ കുളിച്ചിട്ട് റെഡിയാവാൻ എങ്ങനെ പോയാലും ഒരു 1.5 മണിക്കൂർ പിടിക്കുമല്ലോ. എനിക്ക് എത്രയൊന്നും വേണ്ട, ഒരു 1 മണിക്കൂർ 15 മിനിറ്റ് ഞാൻ പോയിട്ട് പറഞ്ഞു. ഓ അത് വേണ്ട അളിയ, നീ പോയാലും ഒരു ഒറ്റ പോക്ക. അതുകൊണ്ടാ ഞാൻ എങ്ങനൊന്നുമില്ല പോരാ. വേണ്ട. അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ പറയാ ചേട്ടനോട് പോവാ. നിന്റെ അടുത്ത് ഞാൻ പറയാടി. എന്റെ അടുത്ത് പറയാലോ, പറയാടാ. നീ എവിടെ പോണ്? തൊട്ടപ്പുറം വരെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനെ ഞാൻ കൊണ്ട് അരൂര് വിട്ടിട്ട് പറഞ്ഞു. അരൂരോ? അരൂരോ? ഇല്ല, അരൂര് തൊട്ടപ്പുറം. 1 2 3 4 5 6 8 10 കിലോമീറ്റർ. അരൂര് തൊട്ടപ്പുറം. എന്റെ പൊന്നു കേശുവേ, അരൂര് പോയിട്ട് വരാൻ നല്ല സമയം എടുക്കും. പൈപ്പ് ലൈനും വൈറ്റിലും കുണ്ടന്നൂരൊക്കെ നല്ല ട്രാഫിക് ഉണ്ട്.
ട്രാഫിക് ഒക്കെ എന്തിന് നമ്മള് നൈസിന് അതിൻ്റെ ഇടയിൽ കൂടെ ഊർന്ന് കയറി അങ്ങ് പോവില്ലേ. എന്നാലും എൻ്റെ അളിയനെ ഞാൻ സമ്മതിച്ചേക്കണേ കേട്ടാ. ഞാൻ പോവെന്ന് മനക്കൂട്ടി കണ്ട എൻ്റെ അളിയെ വന്ന് കണ്ടുപിടിച്ച് കളഞ്ഞല്ലേ. നിന്റെ കള്ള ലക്ഷണം കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു നീ എന്നെ പറ്റിക്കാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ടാ. സിദ്ധുവേ, ഓ, നിനക്ക് വണ്ടിയും കൊണ്ട് എങ്ങോട്ടോ പോകാനുണ്ടെന്ന് ഇവന് മനസ്സിലായി. അതുകൊണ്ടാണ് നൈസായിട്ട് വണ്ടിയും കൊണ്ട് ഇവിടെ നിന്ന് മുങ്ങാൻ നോക്കിയത്. ഇന്നത്തെ ദിവസം നീ ഇവന് വണ്ടി കൊടുക്കണ്ട. കൊള്ളാമല്ലോ അത്. അങ്ങനെയാണോ? ആ, അങ്ങനെയാണെങ്കിൽ ആണോ? ആണ്. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. തീരുമാനം ഉണ്ടാക്കടാ. വിളി വിളി. അമ്മൂമ്മ கொஞ்சம் முன்னாடி வந்தேன்டா. അമ്മൂമ്മ വിളി. அம்மா அம்மா கேஸ் கூப்பிடுறான். വരട്ടെ അമ്മൂമ്മ വരട്ടെ. ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. അമ്മൂമ്മ എവിടെ? அம்மா கேஸ் கூப்பிடுறான். എന്താ എന്താ கேஸ் கூப்பிட்டான். നീ വിളിക്കുന്നിടത്ത് ഞാൻ വരണോ? ഞാൻ വിളിക്കുന്നിടത്ത് നീ വരണം. അതുകൊണ്ട് ഞാൻ അടുക്കള ചെന്നിട്ട് നിന്നെ വിളിക്കും. അപ്പൊ നീ അങ്ങോട്ട് വന്നാ മതി. ഞാനല്ല ഞാൻ ഈ അമ്മൂമ്മ എന്താ ചക്കനേക്ക് വാ. എന്താ അമ്മൂമ്മ വിളി വിളി. ഞാൻ വിളിച്ചേ വിളി. കേശുവേ, ആ എന്താ അമ്മൂമ്മ പോരെ പോരെ. ഇപ്പൊ തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ബാക്കി ഞാൻ പിന്നെ ഡീൽ ചെയ്ത് തരാം. എന്റെ അമ്മൂമ്മ ഇപ്പം എന്റെ കൂടെ നിൽക്കണം. ഒരാവശ്യമുണ്ട്. എന്താ പറഞ്ഞുകൂടെ അമ്മൂമ്മ, പറഞ്ഞുകൂടെ. എന്നെ ഒരു പീറ വണ്ടിയുടെ പേര് പറഞ്ഞിട്ട് എവരെന്നെ ഇടിച്ച് താക്കുന്നു. പറഞ്ഞുകൂടി ഞാൻ ആരാണെന്ന്. നീ ആരാണെങ്കിലും നീ ഏതാ? ഞാൻ ഞാൻ ആരാണെന്നോ? ഞാൻ പടവലം പടവലം കുട്ടമ്മയുടെ കൊച്ചുമോൻ എന്ന് വെച്ചാ ചോനത്തല ഭവാനി അമ്മയുടെ കൊച്ചുമോൻ. ആ അമ്മയുടെ കൊച്ചുമോന് ഒരു പീറ വണ്ടി സ്വന്തമായിട്ടില്ലെന്ന് പറഞ്ഞാ അതിനെ നാണക്കേട് ആർക്കാ? എന്റെ അമ്മൂമ്മയ്ക്കാ. അതുകൊണ്ട് എന്റെ അമ്മൂമ്മ കാശൊന്നും നോക്കണ്ട. കാശ് വാരി വീശ് ഒരു പുതിയ ബൈക്ക് എടുത്ത് താ. கேசு நீயும் வண்டி வாங்க போறியா? அப்படின்னா இந்த வீட்ல 2 வண்டி. நம்ம சேர்ந்து மதுரைக்கு போலாம். ചേർന്ന് പോണ്ട. ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയേക്ക്. പുതിയേ മോന്റെ മനസ്സിലിരിക്കട്ടെ. സ്വന്തമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വണ്ടി മേടിക്കാൻ പറ്റുന്ന സമയത്ത് മോൻ മേടിച്ചാൽ മതി കേട്ടോ. നോക്കിക്കോ. ഒരു ദിവസമേ ഞാൻ എന്റെ സ്വന്തം വണ്ടി മേടിച്ചുകൊണ്ട് പടവലത്തെ കൃഷി സ്ഥലത്തിൽ കൂടെ പോവും. കുട്ടുകുട്ടുകുട്ടുകുട്ടോന്ന് പറഞ്ഞിട്ട്. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. അമ്മായി അമ്മായി കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. അമ്മായി നോക്കിയോ, ഞാൻ പടവലത്ത് കൃഷി ഇറക്കും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് നല്ല സൂപ്പർ ഒരു ബൈക്ക് ഞാൻ സ്വന്തമായിട്ട് മേടിക്കും. കർഷകശ്രീ അവാർഡ് മേടിക്കും. ഒന്ന് ചുമ്മാ ഇരിയേട്ടാ. കൊറേ നാളായി ഞാൻ ഈ തള്ളിയൊക്കെ തുടങ്ങിയിട്ട്. കൃഷിക്കാരനാവും. ഞാൻ പണ്ട് വിചാരിച്ച ചേട്ടൻ ഒരു ഗുണ്ടയാവുന്ന. ഇപ്പൊ ഗുണ്ടയായില്ല, കൃഷിക്കാരനും ആയില്ല. ചിരി ചിരി എല്ലാരും ചിരി. പുതിയ ഫ്ലവർ വൈസ് അവിടെ എറിയാൻ സമ്മതിക്കില്ല. നന്നായി. നീ നോക്കിക്കോ. ഞാനേ നല്ല സൂപ്പർ കൃഷിക്കാരനാവും. നീ ചെവി നുള്ളിക്കൂടി.